ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കല്ലേ? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയൊരു റെസിപ്പിയാണ്. കറിവേപ്പില പൊടി. പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. ഇത് ഞാൻ 2 കപ്പ് ഊരി എടുത്തിട്ടുണ്ട്. തണ്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഇതിൻ്റെ ഇല മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 മിനിറ്റോളം വേണ്ടി വരും നമുക്കിതൊന്ന് ഫ്രൈ ആക്കി വരാനായിട്ട്. നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. എന്നാൽ ഒട്ടും കരിഞ്ഞു പോകരുത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഒരല്പം കൂടി ഒരു 30-40 സെക്കൻഡ് കൂടെ മാത്രം മതി. ഒരുപാട് സമയം വയ്ക്കേണ്ട. അപ്പോഴേക്കിത് നല്ലതായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതായിപ്പോൾ ഇവിടുന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വട്ടമുള്ളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ. ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് വരും. ഇനി നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ, എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാനങ്ങ് ചേർത്ത് കൊടുത്തു. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടത്. 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും നല്ലതുപോലെ കരിയാനും പാടില്ല, എങ്കിൽ ഒട്ടും കളറ് മാറാതെ ഇരിക്കരുത്. നല്ല ഗോൾഡൻ കളർ തന്നെ ആവണം. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് അല്ലെങ്കിൽ കറിവേപ്പില പൊടിക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഒട്ടും അളവ് കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുമ്പിട്ട് നിൽക്കുക. നമുക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പാടില്ല. നമുക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് മുമ്പിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു 1.5 ടീസ്പൂൺ കുരുമുളകാണ്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഒരു കുത്തൽ അങ്ങനെ വരും. അങ്ങനെ വരാൻ പാടില്ല. അപ്പം കുരുമുളകും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളകിൻ്റെ ഞെട്ട് ഞാൻ എടുത്തിട്ടില്ല. ഈ ഞെട്ട് എടുക്കാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുരു ഇതിലേക്ക് വീണിട്ട് കരിഞ്ഞു പോവില്ല. നമുക്ക് ഫ്രൈ ആക്കിയതിന് ശേഷം പൊടിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഞെട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊരു 15 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അല്ലെ വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെറുതും വലുതുമായിട്ടൊരു 15 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു. എന്താ പറയുക, ഇത്രയും എരിവിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ 2-3 മുളക് നമുക്ക് കുറച്ചിട്ടെടുക്കാം. ഞാൻ ചെറുതൂടെ ആയതുകൊണ്ടാണ് ഈ 15 എണ്ണം എടുത്തത്. എനിക്ക് തോന്നി ഒരു 12-13 മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. പിന്നെ കുരുമുളക് കൂടി നമ്മൾ ചേർത്തല്ലോ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ മുളക് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരണം. ഇതൊന്നും നമുക്ക് പച്ച ടേസ്റ്റ് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുത്താണ് കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ മുളകിൻ്റെ എല്ലാ വശവും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരണം. നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇതൊരു കുഞ്ഞ് നെല്ലിക്ക അളവിൽ പുളിയാണ് കേട്ടോ, വാളംപുളി. ഈ പുളിയും കൂടെ ചേർക്കണം. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയത്. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ നനവ് ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിന് ചൂടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഒരു 15-20 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ പുറത്തല്ല, ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തത്. ഇനി നമുക്കിതൊക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതെന്ന് പറയുമ്പം തരിതരിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വെച്ചിട്ട് കഞ്ഞി, അതാണ് ബെസ്റ്റ്, ഏറ്റവും നല്ലത് കഞ്ഞി. അതുപോലെ ചൂട് ചോറ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പൊടിയായിട്ട് വേണമെങ്കിലും കഴിക്കാം. അതല്ലാതെ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായം ഒരു 3/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഇതിന് വേണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിത് കായം കുറവായിട്ടുണ്ടായിരുന്നു. ഞാൻ പൊടിച്ചിട്ട്
ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പും അതുപോലെ ഒരല്പം കായപ്പൊടിയും കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ദോശ, ചപ്പാത്തി, ഇഡ്ഡലി ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. താങ്ക്